പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഒളിച്ചു കളയാതെ പണിയും, നമ്മെ പറിച്ചു കളയാതെ നടും. ദൈവം നമ്മെ പണിയുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ പൊളിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം നടുവാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ പറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് അവൻ യാതൊരു നിലനിൽപ്പും അവൻ ഇല്ലല്ലോ, നിലനിൽക്കുവാൻ കഴിയുന്നില്ലല്ലോ. അല്ല എങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു പണി നടക്കുന്നില്ലല്ലോ. ആമേൻ, സ്തോത്രം. കുടുംബത്തിലായിരുന്നാലും അവൻ ഏത് മേഖലകളിലായിരുന്നാലും എത്ര ശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റം കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ഓരോ ഉള്ളങ്ങളോടും കർത്താവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 10 വചനം. ആമേൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെ കുറിച്ച് ഞാൻ അനുദപിക്കുന്നു. അടുത്ത വചനം കൂടെ വായിക്കാം. 11. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കണ്ട, നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് പ്രതിസന്ധിയിലായിരുന്നാലും നമ്മുടെ സാഹചര്യങ്ങളെ മറന്ന് പ്രതിസന്ധികളെ മറന്ന് ഈ വചനത്തെ ഏറ്റെടുക്കാമോ? കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച്, നിങ്ങൾ ഭയപ്പെടുന്ന സ്തോത്ര മാനുഷിക ശക്തികളെ കുറിച്ച്, നിങ്ങൾ ഭയപ്പെടുന്ന രോഗത്തെ കുറിച്ച് സ്തോത്രം നിങ്ങൾ പേടിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങളെ വിടുവിപ്പാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആയതിനാൽ നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താ? നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും നാം ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ എത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ആരാധിച്ചിട്ട് ദൈവ പൈതലായി ജീവിച്ചിട്ട് കർത്താവിന് വേണ്ടി നിലനിന്നിട്ട് എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മാറ്റി ചിന്തിച്ചാലോ, വന്ന വഴിയിലേക്കൊന്ന് തിരിഞ്ഞു പോയാലോ എന്ന് ചിന്തിക്കുന്ന പല ഉള്ളങ്ങളും കാണും. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ സ്തോത്രം, ഈ ദൈവഭാഗത്ത് പോയാൽ എന്ത് ലഭിക്കും? കഷ്ടതകളും ഞെരുക്കങ്ങളും മാത്രമല്ലേ ഉള്ളൂ എന്നോർത്തുകൊണ്ട് വീണ്ടും പഴയതിൽ പിന്തുടരുന്ന ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അവിടെ വിശ്വസ്തരായി നിലനിൽക്കുക. ഇവിടെ നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ആ ദേശത്തിന്റെ പ്രത്യേകത അതേ അധ്യായം തന്നെ അതിന്റെ 13, 14 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വീണ്ടും യഹോവ പറയുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല. യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്ത് ചെന്ന് പാർക്കുമെന്ന് പറയുന്നു എങ്കിൽ. ആമേൻ. അപ്പോൾ ഈ ദേശത്ത് യുദ്ധമുണ്ട്, കാഹളനാദത്തിന്റെ സ്വരം അടിക്കടി കേൾക്കുന്നുണ്ട്, പിന്നെ ആഹാരത്തിന് മുട്ടുണ്ട്. ചില കുറവുകൾ, യുദ്ധഭീഷണികൾ ഒക്കെ ഉള്ള ദേശമാണ്. ദൈവം പറയുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർക്കുക, കാരണം നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. സ്തോത്രം. യുദ്ധമുണ്ട് എങ്കിലും, കാഹളനാദം അടിക്കടി കേൾക്കുന്നുണ്ട് എങ്കിലും, ആഹാരത്തിന് മുട്ടുണ്ട് എങ്കിലും വിടുവിക്കുവാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നാൽ ഞങ്ങൾ ഇവിടെ പാർക്കുകയില്ല. ഞങ്ങൾ യുദ്ധമില്ലാത്ത, ആഹാരത്തിന് മുട്ടില്ലാത്ത, കാഹളനാദം കേൾപ്പാനില്ലാത്ത ദേശത്തേക്ക് ചെന്ന് പാർക്കുമെന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് പലരുടെയും ചിന്ത ഇതാണ്: കഷ്ടതയില്ലാത്ത, ഞെരുക്കമില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, ഒരു എപ്പോഴും സമൃദ്ധിയായുള്ള, എപ്പോഴും സന്തോഷമുള്ള ഒരു അനുഭവം നമുക്ക് വേണം. കഷ്ടത വേണ്ട, ഞെരുക്കം വേണ്ട, കണ്ണുനീര് വേണ്ട. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എന്നാ നമ്മെ എവിടെ ആക്കിയിരിക്കുന്നുവോ അവിടെ നാം വിശ്വസ്തയോടെ നിന്ന കർത്താവ് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ദൈവത്തിന് കഴിയും. സർവശക്തനാണ്, എൽ ഷഡായി ആണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള മിസ്രയീം ദേശത്ത് ചെന്ന് പാർക്കുമെന്ന് പറയുന്നു എങ്കിൽ, അടുത്ത വചനത്തിൽ വായിക്കുന്നു, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 16. നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രയീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. അപ്പോൾ ഇവിടെ ഈ ദേശത്ത് അവർ പാർക്കുമ്പോൾ അവർ പേടിക്കുന്നത് എന്താണ്? വാളിനെ പേടിക്കുന്നു. ആമേൻ. സ്തോത്ര.
ക്ഷാമത്തെ പേടിക്കുന്നു. ഇന്ന് നമ്മിൽ പലരും അതാണ്. പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ എങ്ങനെ നേരിടുമെന്ന്, എങ്ങനെ അതിജീവിക്കുമെന്ന് നാം ഭയപ്പെടുന്നുണ്ട് അല്ലെ? ക്ഷാമത്തെ ഭയപ്പെടുന്നുണ്ട് അല്ലെ? ഇല്ലായ്മകൾ, ശൂന്യതകൾ എങ്ങനെ മുന്നോട്ട് പോകും? പ്രൈസലോ, ആര് നമുക്ക് വേണ്ടി സഹായിക്കും? ആര് നമുക്ക് നന്മ നൽകും? പ്രൈസലോ. എന്നാൽ ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ട്, അതേ 42-ാം അധ്യായം അതിന്റെ പ്രൈസലോ ഹല്ലേലൂയ 3-ാം വചനത്തിൽ, ഞങ്ങൾ അസംഖ്യജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ. ആമേൻ. എന്നാൽ ഈ അല്പം പേരെ ദൈവത്തിന് ശേഷിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അവരെ പോറ്റുവാനും അവരെ പുലർത്തുവാനും അവരെ വിടുവിപ്പാനും ദൈവത്തിന് കഴിയും. പ്രൈസലോ. അങ്ങനെയല്ലേ ആമേൻ. 2026 ഈ കഴിഞ്ഞ 2 മാസങ്ങളുടെ എത്രയോ ജീവിതങ്ങൾ ഈ 3-ാം മാസത്തിൽ ആദ്യ ദിനങ്ങൾ കാണാതെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ദൈവം എന്തിനാണ് നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിന് നമ്മെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മെ ഭൂമിയിൽ ജീവനോട് ശേഷിപ്പിക്കുന്ന ദൈവത്തിന് നമ്മെ കരുതുവാൻ, നമ്മെ പുലർത്തുവാൻ, നമ്മെ വിടുവിക്കുവാനും കഴിയും. ഈ നാളുകളിൽ ദൈവം പറയുന്ന വാക്കിനെ അനുസരിക്കുക. കർത്താവ് നമ്മുടെ ഗുണത്തിനായി മാത്രമേ, നന്മയ്ക്ക് വേണ്ടി മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ. യഹോവയുടെ വാക്ക് അത് ഗുണമെങ്കിലും നമുക്ക് ദോഷമെന്ന് തോന്നുന്നതാണെങ്കിലും നാം അനുസരിക്കുമെങ്കിൽ, ദേശത്ത് പാർത്താൽ, വിശ്വസ്തത ആചരിച്ചാൽ ദേശത്തിൽ നന്മ അനുഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം ഭയപ്പെടുന്ന ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ വിടുവിക്കും. എന്ന് ഇല്ല, ഈ ദേശത്ത് ഞങ്ങൾ പാർക്കത്തില്ല, ദൈവത്തിന്റെ കൽപ്പന ഞങ്ങൾ അനുസരിക്കത്തില്ല, ഞങ്ങൾക്ക് എപ്പോഴും ഒരു സേഫ് സോൺ വേണം. ഇന്ന് ജനങ്ങൾ കംഫർട്ട് സോൺ ആണ് ആഗ്രഹിക്കുന്നത്. പ്രൈസൽ എപ്പോഴും കംഫർട്ട് ആയിരിക്കണം, ഒരു പ്രശ്നവും വരാൻ പാടില്ല. അങ്ങനെ നാം ചിന്തിച്ച് നമ്മുടെ സ്വന്തം വഴികളിലേക്ക് സ്വന്തം വിവേകത്തിലൂന്നി നാം കടന്നുപോയാൽ, ഹല്ലേലൂയ, നാം പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങളും വേദനകളുമായിരിക്കാം നമ്മെ കാത്തിരിക്കുന്നത്. ഈ നാളുകളിൽ കർത്താവ് നമ്മെ ഓർപ്പിപ്പിക്കുന്നു. പ്രൈസലോ. ആമേൻ. ദൈവസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. ആമേൻ. സ്തോത്രം. ദൈവമക്കളാകാത്തവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്നിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾക്ക്, സ്ഥിതികൾക്ക് കർത്താവ് മാറ്റി നൽകും. നിങ്ങളുടെ ഭാഗത്ത് കടന്നു വരുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം, ക്ഷാമം ഉണ്ടാകാം. യേശു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് വചനം അനുസരിക്കുന്നവരുടെ ജീവിതത്തിലും വൻമഴ ചൊരിയും, കാറ്റടിക്കും, വീട്ടിന്മേൽ അലയ്ക്കും, പെരുവെള്ളം പൊങ്ങും, എന്നാൽ വീഴുവാൻ ദൈവം സമ്മതിക്കത്തില്ല. താങ്ങുന്ന കർത്താവ് കൂടെയുണ്ട്. ഈ നാളുകൾ യേശുവിൽ വിശ്വസിക്കുക. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും. അതുപോലെ ദൈവമക്കളായിരിക്കുന്നവരെ, നിങ്ങൾ ഭാരപ്പെട്ട്, തളർന്ന്, അധൈര്യപ്പെട്ട്, പിന്നിലേക്ക് പുറകോട്ട് നോക്കി അവൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകാതെ അധികമായി കർത്താവിന് വേണ്ടി നിലനിൽക്കുക. ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടുക, സമർപ്പിക്കുക. കർത്താവ് നിങ്ങളോട് കൂടിയുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന വാളിനെ, ക്ഷാമത്തെ പേടിക്കേണ്ടി വരികയില്ല. കർത്താവ് കൂടെ ഇരുന്ന് വിടുവിക്കും. ദൈവകൽപ്പന അനുസരിച്ച ഈ ഭൂമിയിൽ മാത്രം അനുഗ്രഹങ്ങളല്ല, അസ്വർഗീയ ഭാഗ്യം നിത്യകാലമായി സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളത്തിന് സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ ഭയങ്ങളും മാറട്ടെ കർത്താവ്. അപ്പൊ അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഏത് പ്രതിസന്ധി വിടുവിക്കുന്നതിനെയോ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അതേ ദേഹത്തെ കൊല്ലുന്നവരെയല്ല, ദേഹിയെ നരകത്തിൽ തള്ളിയിടുന്നവനെ എത്രയും ഭയപ്പെടുന്ന വചനപ്രകാരം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, അതോടുകൂടെ സ്വർഗീയ അവകാശം പ്രാപിക്കുക ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, താഴ്ത്തുന്നു യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Praise the Lord.